ശ്രീ NK പ്രേമചന്ദ്രൻ എംപിയുമായി ഈ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ അതിനകത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാം. മാധു, ഭിത്തികൾ പൊട്ടിക്കീറി ആകാശം കാണാവുന്ന ഒരു വീട്ടിനുള്ളിലേക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ ഒരു മുൻ എംപിക്ക്, ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറിക്ക്, ഒരു MLA-ക്ക് അശ്ലീല ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സമയമാണോ മാധു ഇത്? എൻ്റെ മകളും 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൊട്ടടുത്ത സ്കൂളിൽ കോവൂർ UPS-ൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവാണ് ഞാൻ. എന്ത് സുരക്ഷിതത്വത്തിലാണ് നാം ഒക്കെ നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്? ശ്രീ ഉല്ലാസ് കോവൂർ, ഇന്നിപ്പോൾ ആ 3 ഫേസ് ലൈൻ അവിടെ നിന്ന് അഴിച്ചു മാറ്റുകയുണ്ടായി. അവിടെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ ഓർത്ത് ആ നാടും കേരളവും ഒന്നാകെ ഇത്രമേൽ വേദനിച്ചതിന് ശേഷം ഈ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ഈ സിസ്റ്റം ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തിരിക്കുന്നു. അപകട കാരണമായ ആ വൈദ്യുതി ലൈൻ അവിടെ നിന്ന് അഴിച്ചു മാറ്റുക ഉണ്ടായി. ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ? ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ട കാര്യം, ഉത്തരവാദിത്തമുള്ള കാര്യം, ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യം ചെയ്തു തീർക്കാൻ ഇത്രയൊക്കെ ഉണ്ടാവണമായിരുന്നോ? ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ മകളും 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൊട്ടടുത്ത സ്കൂളിൽ കോവൂർ UPS-ൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവാണ് ഞാൻ. എന്ത് സുരക്ഷിതത്വത്തിലാണ് നാം ഒക്കെ നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്? നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് KER ചട്ടപ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ഭൗതിക സാഹചര്യങ്ങൾ സമയബന്ധിതമായി വർദ്ധിപ്പിക്കാൻ, സുരക്ഷയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന വൈദ്യുതി ലൈനുകളെ മാറ്റി സ്ഥാപിക്കാൻ ഈ മാനേജ്മെൻറ്റ് ഒരു നിയമനത്തിന് ഏകദേശം 40-45 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ്, CPIM അല്ലാത്ത ഒരാളിനെയും, CPI പോലും ഈ സ്കൂളിനകത്തേക്ക് ഒരു പൊതുപരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാത്ത ഒരു മാനേജ്മെൻറ്റ്, ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റിയിൽ ഈ സ്കൂൾ നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അടുപ്പിക്കാത്ത ഒരു മാനേജ്മെൻറ്റ്, പൊതുപ്രവർത്തകരെ സാംസ്കാരിക പരിപാടികളിലോ വിദ്യാഭ്യാസ പരിപാടികളിലോ സഹകരിപ്പിക്കാത്ത ഒരു മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റ് മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇതിൻ്റെ മാനേജർ. തേവലക്കർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്. ഇതിനെ ലീഡ് ചെയ്യുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MP K സോമപ്രസാദ്. ഇവർ 3 പേര് വിചാരിച്ചാൽ ഒരു കുഞ്ഞിൻ്റെ, ഒരു 13കാരൻ്റെ, ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ജീവൻ തൊലച്ചിട്ട് വേണോ മാധു ഈ ലൈനൊന്ന് മാറ്റിക്കെട്ടാൻ? 9 വർഷമായി അധികാരത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങേയറ്റം മുതൽ, ഇത് CPIM-ന് യാതൊരു ബന്ധവുമില്ലാത്ത മാനേജ്മെൻ്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞ ശ്രീ MV ഗോവിന്ദൻ മുതൽ താഴോട്ട് ഈ മാനേജർ വരെയുള്ള ആളുകളുടെ അദൃശ്യമായ സംരക്ഷണ കവചമുണ്ട് എന്ന ഉന്മാദത്തിൻ്റെ ആ അവസ്ഥയിൽ, ആ അധികാരത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ ഭൗതിക സാഹചര്യങ്ങൾ വേണ്ട, സുരക്ഷിതത്വത്തിൻ്റെ മോണിറ്ററൈസ് വേണ്ട. ഇവിടെ ജൂലൈയിൽ നടന്ന സുരക്ഷാ അവലോകന മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് ഇവർ പുറത്തുവിടട്ടെ. 2 ദിവസങ്ങൾക്ക് മുമ്പല്ലേ KSEB പറഞ്ഞത് ഈ ലൈൻ ഒന്നുകിൽ ഇൻസുലേഷൻ ടേപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളിതിനെ മാറ്റി സ്ഥാപിക്കണം എന്ന നിർദ്ദേശം തേവലക്കര സബ് ഡിവിഷനിൽ നിന്നും AE അടക്കം 2 ഉദ്യോഗസ്ഥരടക്കം വളരെ സ്വകാര്യമായി ഞങ്ങളോടൊക്കെ സംസാരിച്ചതാണ്. ആ സുരക്ഷാ അവലോകന മീറ്റിങ്ങിൽ പറഞ്ഞത് പാടെ നിരാകരിക്കുകയല്ലേ ഈ പറയപ്പെടുന്ന CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളായിട്ടുള്ള മാനേജർ അടക്കം, പ്രസിഡന്റ് അടക്കം, ഇതിനെ ലീഡ് ചെയ്യുന്ന ഏരിയ കമ്മിറ്റി അടക്കം. ഇവിടെ ഞാനൊരു ചിത്രം കാണിക്കാം. വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെയാണ് ആ കുഞ്ഞിനെ, ഈ പൊന്നുമകനെ അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അവിടെ ഒരു രാഷ്ട്രീയ വ്യത്യാസവും സങ്കുചിതമായ ആരും കാട്ടിയില്ല. അത്രത്തോളം മനുഷ്യത്വപരമായിട്ടാണ് ഈ നാട് ആ കുഞ്ഞുമകൻ, ആ പൊന്നോമനയ്ക്ക് ഇന്ന് യാത്രയയപ്പ് നൽകിയത്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞങ്ങൾക്കൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ല. പക്ഷേ ഇന്ന് ഈ ലൈൻ ഇവിടുന്ന് മാറ്റുമ്പോൾ ഇന്നലെ നടന്ന ഒരു ഫോട്ടോ മാധു ഒന്ന് കാണണ്ടേ? മാധു, ഇത് പ്രിയപ്പെട്ട മാധു, ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഇതെന്താണ്? സ്റ്റേഡിയത്തിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയതിന് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാണോ? ദാരിദ്ര്യത്തെ, പട്ടിണിയെ സാമ്പത്തികം കൊണ്ട് അളക്കുന്ന ഒരു സർക്കാരായി, ആ സർക്കാരിൻ്റെ പ്രതിനിധികളായി, അതിനെ നയിക്കുന്നവരായി CPM-ന്റെ നേതാക്കന്മാർ, ഭരണകക്ഷി MLA മാറുന്നതിൻ്റെ ഒരു ദയനീയമായ അശ്ലീല ചിത്രമല്ലേ മാധു ഇത്?
ഈ വീട്ടിൽ ഇത്രയും ഞാൻ ശ്രീ NK പ്രേമചന്ദ്രൻ എംപിയുമായി ഈ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ അതിനകത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാം. മാധു, ഭിത്തികൾ പൊട്ടിക്കീറി ആകാശം കാണാവുന്ന ഒരു വീട്ടിനുള്ളിലേക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ ഒരു മുൻ എംപിക്ക്, ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറിക്ക്, ഒരു MLA-ക്ക് അശ്ലീല ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സമയമാണോ മാധു ഇത്? ഈ സർക്കാരിനെ നയിക്കുന്ന അധികാരത്തിന് ഉന്മാദമാണ്. ഇവിടെ പാവങ്ങളെ കേൾക്കാൻ, അവരുടെ സങ്കടങ്ങൾക്ക് കാതു കൊടുക്കാൻ കഴിയാത്ത ഒരു മുതലാളിത്ത അതിസമ്പന്ന ഗവൺമെന്റ് മാറിയപ്പോ അതിന്റെ താഴേക്ക് വരികയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ന് ഈ ചാനൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് അഴിച്ചു മാറ്റുന്നത്. ഇത് 2 ദിവസം മുമ്പ് ഇത് പറഞ്ഞല്ലോ, ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ സങ്കുചിതമായ രാഷ്ട്രീയം പറയാനല്ല, പക്ഷേ അത് AEയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട വിഷയങ്ങളാണ്. അത് ഏത് കാലത്താണ് ഫിറ്റ്നസ് കൊടുത്തത്? ഇവിടെ ഫിറ്റ്നസ് കൊടുക്കാനോ, ഇവിടുത്തെ പൊതുപരിപാടികൾ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും മറ്റ് വിദ്യാഭ്യാസ സെമിനാറിൽ പോലും പങ്കെടുക്കാൻ, ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റിയിൽ ഇടപെടാൻ ഇതര രാഷ്ട്രീയക്കാരെ, ഞാൻ ഒന്ന് ക്ലിയർ കട്ടായി പറയാം, CPI-കാരെ പോലും അടുപ്പിക്കാത്തൊരു മാനേജ്മെന്റ്. പിന്നെ CPM ഇതര പാർട്ടിക്കാരെ വയ്യാത്തൊരു കുഞ്ഞാണ് മിഥുന്റെ പൊന്നണിയൻ എന്ന് പറയുന്നത്. ആ മകൻ വളർന്നും ആ കുടുംബത്തിന് തുണയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടതിന് പണത്തിന്റെ തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയുന്ന ഒന്നുമില്ല. അവിടെ ഇനി അഥവാ കടന്നു പോവുകയാണെങ്കിൽ ആ വീടിനുള്ളിലേക്ക് കയറി താൽക്കാലിക സഹായമടക്കം കൈമാറുന്നുണ്ടെങ്കിൽ ഏറ്റവും രഹസ്യമായി അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കേണ്ടതിന് പകരം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു പുരസ്കാരം നൽകുന്നത് പോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നേ അതല്ല. വിവേചന ബുദ്ധി എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നതിനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. 5 ലക്ഷം ഉറുവയുടെ ചെക്ക് കൊണ്ടു കൊടുത്തിട്ട്. ശരി, പിന്നെ വൈദ്യുതി വകുപ്പിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. 2 ദിവസം മുമ്പ് വൈദ്യുതി വകുപ്പ് പറഞ്ഞു മാനേജ്മെന്റ് കണക്ക് കൂട്ടിയില്ല എന്നൊക്കെ. നമുക്ക് ഓർമ്മയുണ്ട്, വൈദ്യുതി കമ്പിയിലേക്ക് ഇത്തിരി പൊക്കത്തിൽ കൂടി പോയതിന് ആ ഒരു കർഷകന്റെ ജീവിത ഉപാധി അപ്പാടെ വെട്ടിക്കളഞ്ഞ KSB നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോ ആ നിലയ്ക്ക് അവിടെ അപകടകരമാണ് എന്ന് തോന്നിയാൽ ഒരു മാനേജ്മെന്റിനെയോ ഒരു സംവിധാനത്തെയോ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല KSBക്ക്. പക്ഷേ KSBക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടുത്തെ സർവീസ് സംഘടന അടക്കമുള്ള ആളുകൾ അവരുടെ സമ്മർദ്ദ ശക്തി അതിനെയൊന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഹെഡ് മിസ്ട്രസിന്റെ നടപടിയിലേക്ക് ചുരുങ്ങി നിൽക്കുന്നത്. മറ്റെവിടെ തൊട്ടാലും പൊള്ളും എന്നുള്ളത് കൊണ്ടാണ് ആ സംവിധാനം, സിസ്റ്റം അതിന് കുടപിടിക്കുകയും ചെയ്യുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ ഏറെയുമാണ്.